നമസ്കാരം. ഇന്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. PV അൻവറിനെ തള്ളി വീണ്ടും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. പാർലമെന്ററി പാർട്ടി അംഗത്വം പാർട്ടിയെ തിരുത്താനുള്ള പദവിയല്ലെന്നും അൻവറിന്റെ പരാതികളിൽ അന്വേഷണം നടക്കുന്നുവെന്നുമാണ് CPM വാർത്താക്കുറിപ്പ്. അൻവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ ജിഹ്വയാണ്. പിണറായിയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും CPM പറയുന്നു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കു കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് പോർട്ടിന്റെ കീഴിലുള്ള മറൈൻ മർച്ചന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ അംഗീകാരം നൽകുന്നത്. സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു. എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗം. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള 29 വയസ്സുകാരനെ വൈകാതെ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. 4 ദിവസം മുമ്പാണ് രോഗലക്ഷണങ്ങളോടെ UAE-യിൽ നിന്ന് കൊച്ചിയിലെത്തിയ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നേരത്തെ UAE-യിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശിയായ 38 വയസ്സുകാരന് എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. പനിയും തൊലിപ്പുറത്ത് ചിക്കൻ ബോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടതിനെ തുടർന്നാണ് ആദ്യം നിരീക്ഷണത്തിലാക്കിയത്. പിന്നാലെ എംപോക്സ് സ്ഥിരീകരിച്ചു. പൂയപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ വിദ്യാർത്ഥികളെ ശാസ്താംകോട്ട തടാകത്തിൽ മരിച്ച നിലയിൽ. പൂയപ്പള്ളി മൈലോട് സ്വദേശി ദേവനന്ദ, അമ്പലംകുന്ന് ഷെബിൻ ഷാ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ സ്കൂളിൽ പോയ ദേവനന്ദയും ഷെബിൻ ഷായും തിരികെ വീട്ടിലെത്തിയില്ലെന്ന് കാണിച്ച് ഇരുവരുടെയും മാതാപിതാക്കൾ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വിധി പ്രസ്താവങ്ങൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ നിതിൻ മധുകർ ജാംദാർ ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനു മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ ചീഫ് ജസ്റ്റിസിനെ സ്വാഗതം ചെയ്യാൻ ഹൈക്കോടതി നടത്തിയ ഫുൾ കോർട്ട് സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്ലോറിഡയിൽ കനത്ത നാശം വിതച്ച ഹെലൻ ചുഴലിക്കാറ്റ് 500 കിലോമീറ്ററിലധികം അകലെയുള്ള അറ്റ്ലാന്റയിലേക്ക് വ്യാപിക്കുന്നു. ജോർജിയ സംസ്ഥാനത്തെ അറ്റ്ലാന്റ് നഗരത്തിൽ ചരിത്രത്തിലാദ്യമായി മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകി. കനത്ത കാറ്റ് സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. പിന്നീട് മുന്നറിയിപ്പുകൾ പിൻവലിച്ചെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മലയാളികൾ താമസിക്കുന്ന ഇടങ്ങൾ സുരക്ഷിതമാണെന്നാണ് വിവരം. കാലുകുത്താൻ ഇടമില്ലാത്ത ദുരിതയാത്രയ്ക്കിടെ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ 2 യാത്രക്കാർ കുഴഞ്ഞു വീണത് ദിവസങ്ങൾക്ക് മുൻപാണ്. ട്രെയിനിൽ കയറാനുള്ള തിരക്കിനിടെ മറ്റൊരാൾക്കും വീണ് പരിക്കേറ്റിരുന്നു. 1 വർഷത്തിനിടെ തിരുവനന്തപുരം സ്റ്റേഷനിൽ മാത്രം 27 ലക്ഷം യാത്രക്കാരുടെ വർധനയുണ്ടായി എന്ന് റെയിൽവേ പറയുമ്പോഴും യാത്രാ സൗകര്യങ്ങൾ ഇപ്പോഴും പഴയ ട്രാക്കിൽ തന്നെയാണ്. അനിയന്ത്രിതമായ തിരക്കിൽപ്പെട്ട് വൈകിയോടുന്ന വേണാടിനെ രക്ഷിച്ചെടുക്കാൻ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ബംഗളൂരു കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസ് ഒക്ടോബർ 1 മുതൽ KSR ബംഗളൂരു സ്റ്റേഷനിൽ 20 മിനിറ്റ് വൈകിയെത്തും. നിലവിൽ രാവിലെ 6:40 എത്തുന്ന ട്രെയിൻ ഇനി 7 മാത്രമേ എത്തുകയുള്ളൂ. മറ്റു സ്റ്റേഷനുകളിൽ എത്തുന്ന സമയത്തിൽ മാറ്റമില്ല. തിരിച്ചുള്ള ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിന്റെ സമയത്തിലും മാറ്റം വരുത്തിയിട്ടില്ല. CPM ബന്ധം അവസാനിപ്പിച്ച PV അൻവർ MLA-ക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി പ്രവർത്തകർ. CPM നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൗണിലും ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലും പ്രതിഷേധ പ്രകടനം നടന്നു. ഗോവിന്ദൻ മാഷൊന്നു ഞൊടിച്ചാൽ കൈയും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളും, പൊന്നെ എന്ന് വിളിച്ച നാവിൽ പോടാ എന്ന് വിളിക്കാനറിയാം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രകടനത്തിൽ മുഴങ്ങി.
ആറ്റിങ്ങൽ മാമത്ത് ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറി കയറിയിറങ്ങി നവവധുവായ അഭിഭാഷയ്ക്ക് ദാരുണാന്ത്യം. ഭർത്താവ് നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് 3:30-യോടെയാണ് അപകടം. കൊട്ടാരക്കര മീയന്നൂർ മേലൂട്ട് വീട്ടിൽ കൃപാമുകുന്ദനാണ് മരിച്ചത്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ അതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.